ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. അതൊരു ഗോഡ്ലി സോൾ ടൈ ആണ്. അങ്ങനെ അനവധി ഗോഡ്ലി സോൾ ടൈസ് ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമാണ്, ബന്ധങ്ങളിലൂടെ നമുക്ക് ലഭ്യമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം, അവിടെ ഒരു നല്ല ഗോഡ്ലി സോൾ ടൈ ഉണ്ട്. ഇനിയും അതിന് സമാനമാകുന്ന പല ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പനും മക്കളും തമ്മിൽ ഗോഡ്ലി സോൾ ടൈ. ഉൽപ്പത്തി പുസ്തകം 44-ാമത്തെ അധ്യായത്തില് ബെന്യാമീൻ ഇല്ലാതെ യാക്കോബിന്റെ അരികിൽ ഈ സഹോദരന്മാർ മടങ്ങിച്ചെല്ലുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്, ബെന്യാമീൻ്റെ പ്രാണൻ യാക്കോബിൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്, ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. ബെന്യാമിൻ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ യാക്കോബ് മരിച്ചു പോകും. കാരണം എന്താണ്? അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട്. അതാണ് സോൾട്ടായി. ആ സോൾട്ടായിൽ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പാണ്. പ്രാണനും തമ്മിൽ അങ്ങ് പറ്റുമാനത്തിൽ എത്തിച്ചേരുകയാണ്, നല്ല അടുപ്പത്തിൽ എത്തിച്ചേരുകയാണ്. ഇതെല്ലാം ഗോഡ്ലി സോൾട്ടയാണ്. ഇതിൽ നിന്ന് നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിൽ, നല്ല ആശയവിനിമയങ്ങൾ, നല്ല നിലയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തമ്മിലുള്ള ആ ഗോഡ്ലി സോൾട്ടായി, ഡീപ്പർ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ ഗോഡ്ലി സോൾട്ടായി അവർക്ക് നല്ല ഫലങ്ങളാണ് നൽകി കൊടുക്കുന്നത്.